ആയിരക്കണക്കിന് ആളുകളെ വ്യക്തിത്വ വികസനവും വൈകാരിക നിയന്ത്രണവും എന്നെ അടക്കം ഇമോഷണൽ ഇന്റലിജൻസ് അടക്കം പകർന്നു നൽകുന്ന ഒരു വ്യക്തിയുടെ ആ മകളിൽ നിന്നും. നമസ്കാരം. പരാജയപ്പെട്ട സിനിമാക്കാരൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വലിയൊരു കൊടുങ്കാറ്റ് ഉയർത്തിവിട്ട ഒരു വാക്കാണിത്. ഒരു വ്യക്തിക്കെതിരെ ഉപയോഗിച്ച വാക്ക് എന്നതിലുപരി മലയാള സിനിമയുടെ ചരിത്രത്തോടും മുൻ തലമുറയുടെ അധ്വാനത്തോടും പറയാൻ പാടുള്ളതാണോ ഈ വാക്ക് എന്ന ചോദ്യമാണ് ഇത് പൊതുസമൂഹത്തിൽ ഉയർത്തിവിട്ടത്. CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നടിയും അവതാരകയും ഒക്കെയായ പേളി മാണി പങ്കുവച്ച പോസ്റ്റും അതിനെ തുടർന്നുണ്ടായ വിമർശനങ്ങൾക്കുള്ള മറുപടിയുമായി അവർ കുറിച്ച എ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന വാക്കുകളുമാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. നമുക്കറിയാമത്. ഈ പ്രയോഗം തന്റെ പിതാവും പ്രശസ്ത സംവിധായകനുമായ ശ്രീ സിബി മലയിലെ ഉദ്ദേശിച്ചാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ജോ സിബി മലയിൽ രംഗത്തെത്തിയതോടെ കൂടുതൽ വിഷയം ഗൗരവമുള്ള ചർച്ചയായി മാറി. സിനിമയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആവാം, രാഷ്ട്രീയപരമായ വിയോജിപ്പുകളും ആവാം. എന്നാൽ പതിറ്റാണ്ടുകളോളം ഒരു വ്യവസായത്തെയും പ്രേക്ഷക മനസ്സുകളെയും താങ്ങി നിർത്തിയ ഒരു കലാകാരനെ ഒരൊറ്റ വാക്കിൽ പരാജയം എന്ന് ലേബൽ ചെയ്യുന്നത് അത് എത്രത്തോളം ശരിയാണ്? ഇന്ന് മലയാള സിനിമ അന്താരാഷ്ട്ര തലത്തിൽ വാനോളം പുകഴ്ത്തപ്പെടുമ്പോൾ ആ പ്രൗഢിക്ക് അടിത്തറയിട്ടത് ജോഷി സാറിനെ പോലെ, ഹരിഹര സാറിനെ പോലെ, സത്യനന്ദിക്കാടിനെ പോലെ, കമലിനെ പോലെ, സിബി മലയിലിനെ പോലെ തുടങ്ങിയ ദീർഘദർശികളായ സംവിധായകരാണ്. ജോഷി സാർ മാസ് വാണിജ്യ സിനിമകൾക്ക് പുതിയ മാനങ്ങൾ നൽകി. ഹരിഹര സാർ ആവട്ടെ ചരിത്രത്തെയും സാഹിത്യത്തെയും അപൂർവ ദൃശ്യ ആവിഷ്കാരങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. സത്യേട്ടന്റെ പടങ്ങൾ നമുക്കറിയാം, സാധാരണക്കാരന്റെ ജീവിതഗന്ധിയായ കഥകൾ പറഞ്ഞ സിനിമകളാണ്. കമൽജി ആണെങ്കിൽ സാമൂഹ്യ വിഷയങ്ങളെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. സിബി മലയിൽ എന്ന സംവിധായകന്റെ കിരീടവും തനിയാവർത്തനവും ദശരഥവും ഭരതവും സദയവും വഴി മലയാളി അനുഭവിച്ചിട്ടില്ലാത്ത വികാരങ്ങളുടെ ആഴങ്ങളിലേക്ക് നമ്മെ അത് കൂട്ടിക്കൊണ്ടുപോയി. പുതുമ കൈവരിക്കുന്നത് പഴമയെ നിഷേധിച്ചുകൊണ്ടാണോ അതോ അപമാനിച്ചുകൊണ്ടോ അതാവരുത് എന്നാണ്. ഒരു കെട്ടിടത്തിന് എത്ര നിലകൾ പണിതുയർത്തിയാലും അതിന്റെ അടിത്തറയെ ആരും തള്ളിപ്പറയാറില്ലല്ലോ. കാരണം അടിത്തറയില്ലാതെ മുകളിലത്തെ നിലകൾ ഒരിക്കലും നിലനിൽക്കില്ല എന്ന് തന്നെ. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ആശ്വാസകരവും സ്വാഗതാർഹവുമായ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വിവാദം കനത്തതോടെ പേളി മാണി തന്നെ വിഷയത്തിൽ തത്സമ പ്രതികരണവുമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയുമായി രംഗത്തെത്തി. താൻ സിബി മലയിലിനെ പോലൊരു മുതിർന്ന സംവിധായകനെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ദേഷ്യത്തിന്റെ പുറത്തുണ്ടായ പെട്ടെന്നുള്ളൊരു പ്രതികരണമായിരുന്നു അത് എന്നും അവർ തുറന്നു പറഞ്ഞു. സിബി മലയിൽ മലയാള സിനിമയിലെ വലിയൊരു വ്യക്തിത്വമാണെന്ന് അംഗീകരിക്കാനും തന്റെ വാക്കുകളിൽ ഖേദം പ്രകടിപ്പിക്കാനും ഒക്കെ അവർ തയ്യാറായി എന്നുള്ളത് വലിയ കാര്യമാണ്. ആ തെറ്റ് തിരിച്ചറിഞ്ഞ് പരസ്യമായി ക്ഷമാപണം നടത്താനും മാപ്പ് പറയാനും അല്ലെങ്കിൽ ആ രീതിയിൽ സോറി പറയാനും അവർ കാണിച്ച തീർച്ചയായും ആ വാക്കുകൾ പ്രശംസനീയമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വശമുണ്ട്. പേളി മാണിയുടെ പിതാവ് മാണി പോൾ ഇന്ത്യ ഒട്ടാകെ പ്രത്യേകിച്ച് കേരളത്തിൽ ഏറെ ജനപ്രിയനായ ഒരു ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമാണ്. ആയിരക്കണക്കിന് ആളുകളെ വ്യക്തിത്വ വികസനവും വൈകാരിക നിയന്ത്രണവും എന്നെ അടക്കം ഇമോഷണൽ ഇന്റലിജൻസ് അടക്കം പകർന്നു നൽകുന്ന ഒരു വ്യക്തിയുടെ ആ മകളിൽ നിന്നും ദേഷ്യത്തിന്റെ ദേഷ്യത്തിന്റെ മുകളിലാണെങ്കിൽ പോലും ഇത്തരം ഒരു വാക്ക് സോഷ്യൽ മീഡിയയിൽ വരാൻ പാടുണ്ടായിരുന്നോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നേക്കാം. ഒരു പൊതു വ്യക്തിത്വം, ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയിൽ ദേഷ്യത്തെയും വികാരങ്ങളെയും ഒക്കെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ദേഷ്യം വരുമ്പോൾ വാക്ക് തെറ്റുന്നതും പിന്നീട് അത് തിരുത്തുന്നതും സാധാരണ മനുഷ്യ സഹജമാണ്. എങ്കിലും പ്രശസ്തിയും സ്വാധീനവുമുള്ള വ്യക്തികൾ വാക്ക് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പേളിമാണി ഇപ്പോൾ നടത്തിയ ഈ വിശദീകരണവും അവർ നൽകിയ ബഹുമാനവും നല്ല മാതൃകയാണ്. എങ്കിലും സോഷ്യൽ മീഡിയയിൽ പരുഷമായ വാക്കുകൾ എടുത്തുചാടി ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇതൊരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സിനിമയും സമൂഹവും ഒരു റിലേ റേസ് പോലെയാണ്. മുൻ തലമുറ ഒരുപക്ഷെ ഓടി കൈമാറിയ ബാറ്റൺ ഏറ്റുവാങ്ങിയ അടുത്ത തലമുറ മുന്നോട്ട് ഓടുകയാണ്. ആ ബാറ്റൺ കൈമാറിയവരെ ആദരിക്കുക എന്നതാണ് നമ്മുടെ സംസ്കാരം. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പങ്കുവെക്കാം, വിമർശിക്കാം. എന്നാൽ അത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കോ ചരിത്രത്തെ നിഷേധിക്കുന്നതിലേക്കോ വഴി മാറരുത് എന്നതാണ് എൻ്റെ പക്ഷം. പുതുമ അനിവാര്യമാണ്, മാറ്റങ്ങളും അനിവാര്യമാണ്. എന്നാൽ മുതിർന്നവരോടും മുൻ തലമുറയോടും കാണിക്കുന്ന നന്ദിയും ബഹുമാനവും കൂട്ടിച്ചേർക്കുമ്പോൾ അപ്പോൾ മാത്രമേ ആ പുതുമയ്ക്ക് യഥാർത്ഥത്തിലുള്ള മൂല്യമുണ്ടാകൂ എന്നാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്ന സംസ്കാരം മലയാള സിനിമയിലും നമ്മുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളിലും നിലനിൽക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്തുമല്ലോ. നന്ദി.